സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ഹെൽത്തിയാണ്. നമ്മൾ ആപ്പിൾ കൊണ്ടാണ് ഈ പാൻകേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ഒരു മീഡിയം സൈസ് ആപ്പിൾ വേണം. നല്ല പഴുത്തിട്ടുള്ള ആപ്പിൾ യൂസ് ചെയ്യാം. ഗ്രീൻ ആപ്പിൾ വേണമെങ്കിൽ ഗ്രീൻ ആപ്പിളും യൂസ് ചെയ്യാം. അത് ഇതുപോലെ നല്ല സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ വേഗം ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുവിധം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല തിക്ക് ഫോമാവും ഈ ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ നല്ല തിക്കായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു കപ്പ് മൈദയിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഈ പാൻകേക്ക് നമ്മൾ എഗ്ഗ് യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ 20 മിനിറ്റ് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള ബട്ടറാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലേക്ക് 3 to 5 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ബട്ടർ മെൽറ്റ് ആവും, ഷുഗർ നന്നായി മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എഗ്ഗ് യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഈ പാൻകേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലും ബട്ടറും കൂടിയിട്ട് നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ആപ്പിളിൻ്റെ മിക്സ്ചറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇത് ഓപ്ഷനിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ എല്ലാം മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാൻകേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ബട്ടർ പാനിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് പാൻകേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി പാൻകേക്ക് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. നല്ല ലോയിൽ തന്നെ വെക്കുക. 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം, പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറും കൂടിയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ 10 പാൻകേക്കാണ് നമ്മൾ ആ ബാറ്ററിൽ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. ഓവറായിട്ട് ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര വേണമെങ്കിലും ഇന്ന് കഴിച്ചു പോകും. പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഇനാബിൾ ചെയ്യുക.